ഇന്ന് രാഹുൽ മാങ്കൂട്ടം എവിടെയായിരുന്നു എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് മാങ്കൂട്ടം പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് ഇന്ന് നമുക്കറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള പൊതുപരിപാടികൾ ഒഴിവാക്കി അടൂരിലെ വീട്ടിൽ തുടരുകയാണ് മാങ്കൂട്ടം. രാജ്യപ്രഖ്യാപനത്തിന് പിന്നാലെ വന്ന ആരോപണങ്ങൾക്കൊന്നും ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരണം നടത്തിയിട്ടേയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീടിന്റെ മുമ്പിൽ മാധ്യമങ്ങൾ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ്. എന്നാൽ മാധ്യമങ്ങൾക്ക് മുമ്പിലോ നവമാധ്യമങ്ങളിലൂടെയോ പ്രതികരിക്കാൻ യുവ MLA തയ്യാറല്ല. ശബ്ദരേഖയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ തുടർന്നപ്പോൾ രാജി പ്രഖ്യാപിച്ച ശേഷം രാഹുൽ പ്രതികരണങ്ങൾ ഇതുവരെയും നടത്തിയിട്ടില്ല. അടൂരിലെയും പാലക്കാട് മണ്ഡലത്തിലെയും പൊതുചടങ്ങുകളും സ്വകാര്യ ചടങ്ങുകളും രാഹുൽ ഒഴിവാക്കി. രാജ്യപ്രഖ്യാപനത്തിന് പിന്നാലെ പുതിയ ആരോപണങ്ങളും പരാതികളും ഉയർന്നുവന്ന സാഹചര്യത്തിൽ കടുത്ത പ്രതിരോധത്തിലാണ് രാഹുലും അനുയായികളും. മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ പുതിയ പരാതിയിൽ മറുപടി നൽകാൻ നിർബന്ധിതനാകും. ഇതിനു പുറമെ ശബ്ദരേഖയിലും വ്യക്തത വരുത്തേണ്ടി വരും. ഈ സാഹചര്യം ഒഴിവാക്കാനാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് രാഹുൽ മാറി നിൽക്കുന്നെന്ന ആക്ഷേപം ശക്തമാണ്. പാലക്കാട്ടെ പ്രതിഷേധങ്ങൾ കുറയുന്ന മുറയ്ക്ക് മണ്ഡലത്തിലേക്ക് പോകാനാണ് രാഹുലിന്റെ കണക്കൂട്ടൽ. അതേസമയം ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കുകയാണ്. പത്തനംതിട്ടയിലും അടൂരിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജാഗ്രതാ സദസ്സ് ഇന്ന് സംഘടിപ്പിക്കും. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലേക്ക് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ ഇന്നലെ മാർച്ച് നടത്തിയിരുന്നു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.